ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പഠനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ജനുവരിയിൽ നടക്കുന്ന എക്സാം ഏറ്റവും നന്നായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ച് നമ്മൾ തയ്യാറെടുത്ത് ഉറപ്പായിട്ട് നമുക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെക്കുക, നമ്മൾ പുറകോട്ട് പോകരുത്. ഇപ്പം നമ്മൾ എങ്ങനെയാണോ പഠിച്ച് മുന്നേറി പോയിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ അതേ പേസിൽ തന്നെ നമുക്ക് പരീക്ഷയുടെ ആ ഡേറ്റ് വരെ, പരീക്ഷ കഴിയുന്നവരെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഹിസ്റ്ററി എക്സാമിന് നമുക്ക് ചില റിമോട്ടായിട്ടുള്ള ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ. സാധാരണയായിട്ട് ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും നമുക്ക് ഈ ടോപ്പിക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പല ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ആൻസറുകൾ അല്ലെങ്കിൽ ആ നോട്ട് കൃത്യമായിട്ട് നമുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഇതേ രീതിയിൽ പോയിരുന്ന് നോട്ടുകളൊന്നും തയ്യാറാക്കാനായിട്ട് സാധിച്ചു എന്ന് വരത്തില്ല. അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മൾ CC കൃത്യമായിട്ട് അങ്ങനെയുള്ള ഓരോ റിമോട്ടായിട്ടുള്ള ടോപ്പിക്കിൻ്റെ നോട്ടുകൾ കൃത്യമായി തയ്യാറാക്കി അത് നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റ് ഹിസ്റ്ററി സിലബസിൽ ഉള്ളതും എന്നാൽ നമുക്കങ്ങനെ കിട്ടാത്തതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ, അപ്പം മിഡീവൽ ഇന്ത്യയിലെ ആർക്കിടെക്ചർ നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലാൻഡ് സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, റിലീജിയനെ പറ്റി പഠിക്കുന്നുണ്ട്. പക്ഷേ ഇൻഡസ്ട്രികളെ പറ്റി കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പല ടെക്സ്റ്റുകളിലും കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രീസ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നോക്കിയേ, മിഡീവൽ കാലഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വളർച്ച പ്രാപിച്ച ഒന്നായിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. പ്രത്യേകിച്ചും ചൈനയിൽ ഉണ്ടായിരുന്ന സിൽക്ക് തുണി വ്യാപാരം നല്ല രീതിയിൽ മുമ്പോട്ട് പൊക്കോണ്ടിരുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അതിൻ്റെ തൊട്ട് പുറകെ ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തും വലിയ തോതിൽ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഈ ടെക്സ്റ്റൈൽ രംഗത്ത് എങ്ങനെയായിരുന്നു ഇൻഡസ്ട്രീസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് കോട്ടൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോട്ടൺ ടെക്സ്റ്റൈലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, കോട്ടൻ്റെ കാര്യത്തിൽ ഇന്ത്യ ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽസ്. മിഡീവൽ കാലഘട്ടത്തിൽ ഇന്ത്യ ആയിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷൻ ഓഫ് ചർക്ക. അപ്പോൾ ഈ കോട്ടൺ പ്രൊഡക്ഷൻ ഇത്രയും വലിയ തോതിൽ മുമ്പോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ചർക്ക ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, വലിയ തോതിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ചർക്ക ഇതിനു മുമ്പും നമുക്ക് ഏൻഷ്യൻ്റ് ഇന്ത്യൻ പീരീഡിലുമൊക്കെ നമുക്ക് ചർക്കയുടെ പല രൂപങ്ങൾ കാണാനായിട്ട് പറ്റും. പക്ഷേ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ചർക്ക ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത് മിഡീവൽ കാലഘട്ടത്തിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ചർക്ക അല്ലെങ്കിൽ സ്പിന്നിങ് വീൽ, അതുപോലെ തന്നെ പിഞ്ഞാന അല്ലെങ്കിൽ കാർഡേഴ്സ് ബോ. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയതോടുകൂടെ നമ്മുടെ കോട്ടൺ ടെക്സ്റ്റൈലിൻ്റെ പ്രൊഡക്ഷൻ രംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ നമുക്ക് ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ കോട്ടൺ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ. അപ്പോൾ സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ നമുക്ക് വിദേശ വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് കോട്ടൺ ടെക്സ്റ്റൈലിൻ്റെ പ്രൊഡക്ഷനിലും ആ വർധനവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം വെളിയിൽ ഇന്ത്യൻ കോട്ടണ് വലിയ തോതിൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇബൻ ബത്തൂത്ത കൃത്യമായിട്ട് നമുക്ക് ചില ഇൻഫർമേഷൻസ് ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തരുന്നുണ്ട്. എന്താണ്? ഫൈനസ്റ്റ് കോട്ടൺ ക്ലോത്ത് വാസ് സോൾഡ് ഇൻ ബംഗാൾ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോട്ടൺ അത് ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് ഇബൻ ബത്തൂത്തയാണ്. മൊറോക്കൻ ട്രാവലർ ആയിട്ടുള്ള ഇബൻ ബത്തൂത്തയാണ്. അദ്ദേഹം പറയുന്ന പ്രകാരം ഇത് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്, വിറ്റഴിക്കപ്പെട്ടത് എന്നാണ്
അദ്ദേഹം തരുന്ന ഇൻഫർമേഷൻ. ഇനി കൊറോമൻഡൽ കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊറോമൻഡൽ കോസ്റ്റ് നമുക്കറിയാം ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. അപ്പോൾ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കോട്ടൺ ടെക്സ്റ്റൈൽ നല്ല രീതിയിലുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കളേഡ് ക്ലോത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ കളേഡ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊറോമൻഡൽ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഔറംഗാബാദിലും ബുർഹാൻപൂരിലും ഏത് തരത്തിലുള്ള ക്ലോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്? അവിടെ വൈറ്റ് ക്ലോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഔറംഗാബാദിലും ബുർഹാൻപൂരിലും വൈറ്റ് ക്ലോത്ത്, കൊറോമൻഡൽ കോസ്റ്റിൽ നമുക്ക് കളേഡ് ക്ലോത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ചൗളിൽ എന്തായിരുന്നു നമുക്കുണ്ടായിരുന്നത്? ലിനൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ചൗളിൽ നമുക്ക് ലിനൻ, ഇപ്പോൾ ലിനൻ ക്ലോത്ത് മിഡീവൽ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതെവിടെയാണ്? ചൗളിലാണ്. ഇനി ക്യാമ്പെ നമുക്കറിയാം ഗുജറാത്ത് തീരമാണ്. ഫോർ ക്വിൽസ്, ക്വിൽസിന് പ്രധാനപ്പെട്ട സ്ഥലം എവിടെയായിരുന്നു? അത് ക്യാമ്പെ ആയിരുന്നു, ഗുജറാത്ത് തീരമായിരുന്നു. ഓക്കെ, അപ്പം കോട്ടൺ ടെക്സ്റ്റൈൽ രംഗത്ത് അല്ലെങ്കിൽ തുണിത്തരങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള രൂപഭേദങ്ങൾ, ഭാവങ്ങളെല്ലാം നമുക്ക് ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മുസൂലി പട്ടണം എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സൗത്ത് ഇന്ത്യയിൽ. ഇവിടെ ഡയേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് കോട്ടൺ തുണികൾക്ക് നിറം അല്ലെങ്കിൽ ചായം കൊടുക്കുന്ന ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മുസൂലി പട്ടത്തായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട തുണിത്തരമാണ് ലോകത്തിലെല്ലാം പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു തുണിത്തരമാണ് മസ്ലിൻ അല്ലെങ്കിൽ സിൽക്ക് കോട്ടൺ എന്ന് വിളിക്കും അല്ലെ. ചൈനയിൽ നിന്നുണ്ടായിരുന്ന സിൽക്ക് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്ന ഒരു തുണിത്തരമാണ് മസ്ലിൻ എന്ന് പറയുന്നത്. സിൽക്ക് കോട്ടൺ ആണ്. നമുക്ക് കുറച്ചുകൂടെ ഏൻഷ്യൻ പീരീഡിലേക്ക് പോവുകയാണെങ്കിൽ പോലും റോമൻ എംപയറിൻ്റെ കാലഘട്ടത്തിൽ റോമിലെ സ്ത്രീകൾ അല്ലെങ്കിൽ പ്രഭുവർഗം ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്ന് അവിടെ എത്തിയിരുന്ന ഈ സിൽക്ക് കോട്ടൺ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ മസ്ലിന് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? ബംഗാളും ധാക്കയുമാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലായിരുന്നു മസ്ലിൻ പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇനി ക്ലോത്ത്സ് നെയിംഡ് ആഫ്റ്റർ പ്രൊഡക്ഷൻ സെൻറ്റർ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട തുണിത്തരങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരുന്നത് ഏതു സ്ഥലത്തായിരുന്നോ ആ സ്ഥലത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ തുണിത്തരം അറിയപ്പെട്ടിരുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദരിയാബാദി, ഖരീദാബാദി, ഇതെല്ലാം ഓരോ തുണിത്തരങ്ങളാണ് കേട്ടോ. ഇന്നും നിലവിലുള്ള ചില തുണിത്തരങ്ങളാണ് ഈ ദരിയാബാദി, അതുപോലെ തന്നെ ഖരീദാബാദി. അത് ഏത് സ്ഥലമാണ്? UP ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം കാഞ്ചീപുരം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സിൽക്ക് പ്രൊഡക്ഷൻ കേന്ദ്രമാണ്. അത് മിഡീവൽ കാലഘട്ടത്തിൻ്റെ അവസാനത്തോടനുബന്ധിച്ചാണ് ഒരു സിൽക്ക് പ്രൊഡക്ഷൻ കേന്ദ്രമായിട്ട് പിന്നീട് മാറുന്നത്. അപ്പോൾ കാഞ്ചീപുരം സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് പ്രശസ്തമായിട്ടുള്ള സിൽക്കാണ് അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യൻ സിൽക്ക് ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ ചൈനയിൽ നിന്നാണ് ശരിക്കും സിൽക്ക് പ്രൊഡക്ഷൻ ടെക്നോളജി ഇന്ത്യയിലേക്ക് എത്തുന്നത് അല്ലേ, കുറച്ച് ലേറ്റ് ആയിട്ട്. ഓക്കെ, ഇന്ത്യയിൽ അങ്ങനെ സിൽക്ക് പ്രൊഡക്ഷൻ തുടങ്ങി. എങ്ങനെയായിരുന്നു ഇന്ത്യയിലെ സിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്? ഓക്കെ, മൾബറി ഫീഡിങ്ങിലൂടെ ആയിരുന്നു നമ്മൾ പ്രധാനമായിട്ടും സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അത് കൂടാതെ തന്നെ നോൺ മൾബറി ഫീഡിങ്ങും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമുക്ക് മൾബറി ഫീഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച സിൽക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസിങ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഒന്ന് ഗുജറാത്തിലാണ് അല്ലേ. ഇന്നും നമുക്കറിയാം ഗുജറാത്തിൽ നിന്നുള്ള പട്ടോല സിൽക്ക് അല്ലെ. പട്ടോല സിൽക്ക് ഗുജറാത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ബംഗാളും കാശ്മീരുമായിരുന്നു മറ്റ് രണ്ട് പ്രധാനപ്പെട്ട സിൽക്ക് പ്രൊഡക്ഷൻ സെന്ററുകൾ. അപ്പം ഗുജറാത്തിലുള്ള പട്ടോല സിൽക്ക്, അതുപോലെ തന്നെ കാശ്മീരി സിൽക്ക്, ബംഗാളിലുള്ള സിൽക്ക്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. 17ാം നൂറ്റാണ്ടിൽ ബംഗാൾ എമർജ്ഡ് ആസ് ദ ചീഫ് പ്രൊഡ്യൂസർ ഓഫ് സിൽക്ക്. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേട്ടോ. 17ാം നൂറ്റാണ്ടിൽ ബംഗാൾ എന്ത് ചെയ്തു? സിൽക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്ഷൻ സെൻ്ററായിട്ട് മാറി. മാത്രമല്ല ചൈനയെ നമ്മൾ പുറകിലാക്കുകയും ചെയ്തു. അതുവരെ ചൈനയായിരുന്നു എന്തിന് മുമ്പിലുണ്ടായിരുന്നത്? ചൈനയായിരുന്നു സിൽക്ക് പ്രൊഡക്ഷനിൽ ഏറ്റവും മുമ്പിൽ ഉണ്ടായിരുന്നത്. നമ്മൾ 17ാം നൂറ്റാണ്ടിൽ ചൈന എന്ത് ചെയ്തു? ഓവർടേക്ക് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യയിൽ വന്നൊരു ഫോറിൻ ട്രാവലറാണ് ആര്? ടവർണിയർ അല്ലേ. അപ്പോൾ അദ്ദേഹം ആസാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഗ സിൽക്കിനെ പറ്റി അദ്ദേഹം വിവരം നമുക്ക് തരുന്നുണ്ട്. ഏത് സിൽക്കാണ്? ആസാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഗ സിൽക്കിനെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് ടവർണിയർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, യെസ്. അപ്പം
നമ്മൾ കോട്ടൺ ടെക്സ്റ്റൈലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്ത വെറൈറ്റികളെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മാത്രമല്ലായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, മറ്റേതൊക്കെ ഇൻഡസ്ട്രീസ് ആണ്? ഓക്കെ, അത് പ്രധാനപ്പെട്ടത് ഒന്ന് ഇൻഡിഗോ ആയിരുന്നു. ഇൻഡിഗോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാഷ് ക്രോപ്സ്. അപ്പോൾ ഇൻഡിഗോ എന്ന് പറയുന്നത് ഒരു നാണ്യവിളയായിരുന്നു അല്ലേ. അപ്പോൾ ഇതിന് ഇന്ത്യൻ ഇൻഡിഗോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം മറ്റ് സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ ലഭിക്കുന്നതിനേക്കാളും നല്ലതായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. മധ്യ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും മുഗൾ കാലഘട്ടത്തിൽ, നമുക്ക് ഷാജഹാൻ്റെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യൻ ഇൻഡിഗോ എന്ന് പറയുന്നത് ഇത് സ്റ്റേറ്റ് മോണോപ്പൊളി ആയിരുന്നു. അദ്ദേഹം മാത്രം വ്യാപാരം നടത്തിയിരുന്ന ഒന്നായിരുന്നു ഇൻഡിഗോ എന്ന് പറയുന്നത്. ആര്? ഷാജഹാൻ. ഓക്കെ, ഇനി നമുക്ക് ഫോറിൻ ട്രാവലേഴ്സ് ഈ ഇൻഡിഗോയെ പറ്റി വളരെ നല്ല വിവരണം നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആള് ഫ്രാൻസിസ്കോ പ്ലസർട്ട് ആണ്. അദ്ദേഹം പറയുന്നത് ബയാനയിൽ ഉണ്ടാക്കിയിരുന്ന ഇൻഡിഗോ എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ഉള്ളതായിരുന്നു എന്നാണ്. ബയാന. ഓക്കെ, ഫ്രാൻസിസ്കോ പ്ലസർട്ട് ആണ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. മറ്റൊരു ഇൻഡസ്ട്രിയാണ് ഷുഗർ ഇൻഡസ്ട്രി. ഓക്കെ, അപ്പം ഷുഗർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മധ്യ കാലഘട്ടത്തിൽ. ഓക്കെ, ഏറ്റവും നല്ല ക്വാളിറ്റി. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ചീപ്പ് റേറ്റിൽ നമുക്ക് ഷുഗർ അവൈലബിൾ ആയിരുന്നു. എവിടെ? ബംഗാളിൽ. അപ്പോൾ ബംഗാളിൽ ഇന്നും നമുക്കറിയാം, UP, ബംഗാൾ, ബീഹാർ പ്രദേശങ്ങളൊക്കെ ഈ ഷുഗർ പ്രൊഡക്ഷന് വലിയ തോതിൽ പേരുകേട്ട സ്ഥലങ്ങളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ മധ്യ കാലഘട്ടത്തിലും ബംഗാൾ തന്നെയായിരുന്നു ഇതിന് ഏറ്റവും പേരുകേട്ട സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ആയിരുന്നു ഓയിൽ പ്രസ്സിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി. ഓക്കെ, കുറച്ച് സോഷ്യൽ സ്റ്റാറ്റസ് നേടി തന്നിരുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും, ഈ ഓയിൽ പ്രസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇവരറിയപ്പെട്ടിരുന്നത് തേലീസ് എന്നാണ്. തേലി. ഓക്കെ, അല്ലെങ്കിൽ ഓയിൽ പ്രസ്സേഴ്സ് എന്ന് അറിയപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് പ്ലേസ് ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. അപ്പം ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും വളരെ സോഷ്യൽ സ്റ്റാറ്റസിൽ ഉയർന്ന പദവി ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഈ ഓയിൽ പ്രസ്സേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കർണാടകയിലേക്ക് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എണ്ണ നിർമ്മിക്കുന്ന ആൾക്കാരുടെ ഗ്രാമങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മധ്യകാലഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, മറ്റ് ഇൻഡസ്ട്രികൾ ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ, അയൺ, അതുപോലെ തന്നെ ഡയമണ്ട് ഇൻഡസ്ട്രിയൊക്കെ ഈ കാലഘട്ടത്തിൽ വലിയ തോതിൽ വളർച്ച പ്രാപിച്ച ഘട്ടമായിരുന്നു ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോന്നും നമ്മൾ വളരെ എളുപ്പത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വാസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഓൺ എ കൺസിഡറബിൾ സ്കെയിൽ. ഗോൾഡ് ഈ കാലഘട്ടത്തിൽ വലിയ തോതിലൊന്നും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, കോളാർ മൈൻസ് ഒക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ തോതിൽ നമുക്ക് പ്രൊഡക്ഷൻ ഇവിടെ ഗോൾഡ് ഇല്ലായിരുന്നു. ഇനി ലാർജ്ലി ഗോൾഡ് ആൻഡ് സിൽവർ, പ്രധാനമായിട്ടും ഗോൾഡ് സിൽവറും എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഈ കാലഘട്ടത്തിൽ വലിയ തോതിൽ എത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിലൂടെയാണ്. അപ്പോൾ ഗോൾഡ് ബുള്ളിയോൺസ് അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസ് ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമായിട്ട് ലഭിച്ച വരുമാനത്തിലൂടെ ആയിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യക്കൊരു ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് എക്സ്പോർട്ട് കൂടുതലായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളത്. ഇനി കോപ്പർ പ്രധാനമായിട്ടും നമ്മൾ തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു അല്ലേ. ഖേത്രി മൈൻസ് ഒക്കെ ആ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു രാജസ്ഥാനിലെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ കോയിൻസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആംസ്, ഓക്കെ, ആയുധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയാണ് കോപ്പർ പ്രധാനമായിട്ടും യൂസ് ചെയ്തത്. ഓക്കെ, ഷിഹാബുദ്ദീൻ അൽ ഉമാറി അദ്ദേഹം ഇന്ത്യൻ സ്റ്റീലിനെ പറ്റി വലിയ നല്ലൊരു ഡെസ്ക്രിപ്ഷൻ തന്നെ അദ്ദേഹം തരുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹം ഹി പ്രൈസ്ഡ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ, പ്രത്യേകിച്ച് പട്ടാൻ മേഖലയിൽ ഉണ്ടാക്കിയിരുന്ന വാളുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വാളുകളായിരുന്നു എന്നാണ് ഷിഹാബുദ്ദീൻ അൽ ഉമാറി അദ്ദേഹത്തിൻ്റെ വർക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സ്റ്റീല് അയണൊക്കെ അത്രമാത്രം ക്വാളിറ്റി ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ അത്രമാത്രം ആ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഗോൾക്കൊണ്ട എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഡയമണ്ട് മൈൻസ്.
സൗത്ത് ഇന്ത്യയിൽ ഗോൾക്കൊണ്ട എന്ന് പറയുന്നത് ഡയമണ്ട് മൈൻസിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഓക്കെ, ജാക്വസ് ഡി കോർട്ടി എന്ന് പറയുന്ന ട്രാവലർ ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ മധ്യകാലഘട്ടത്തിൽ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഡയമണ്ട് മൈൻസ് ഇൻ ഗോൾക്കൊണ്ട ആരാണ് ഇൻഫർമേഷൻ തരുന്നത്? ജാക്വസ് ഡി കോർട്ടിയാണ്. ഓക്കെ, ഇനി ഉപ്പ് സാൾട്ടിനെ പറ്റി നമുക്ക് വിവരം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഉപ്പ് ഇൻഡസ്ട്രിയെ പറ്റി വിവരം ലഭിക്കുന്നത് അബുൾ ഫസലിൻ്റെ ഈ അക്ബറി എന്ന് പറയുന്ന വർക്കിൽ നിന്നാണ്. ഓക്കെ, എക്സ്കവേറ്റഡ് സോൾട്ട് അറ്റ് 3/4 ടു ദ ഓണർ ടു ദ വർക്കർ. ഓക്കെ, അതായത് നമ്മൾ സോൾട്ട് ഉപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിൽ 3 പോർഷൻ ആർക്ക് പോവും? യെസ്, അത് വർക്കറിന് അവകാശപ്പെട്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതിൻ്റെ 4/1 ആർക്ക് പോവും? അത് ഈ ഉപ്പ് കൊണ്ടുപോകുന്ന ആൾക്ക് 4/1 ലഭിക്കും. 3 അത് ഉണ്ടാക്കുന്ന ആൾക്ക് ലഭിക്കും. 1 ഭാഗം ആർക്ക് കിട്ടും? അത് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്ക് ലഭിക്കും. അപ്പോൾ സോൾട്ട് ഇൻഡസ്ട്രി ആ കാലഘട്ടം മുതലേ വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊന്നായിരുന്നു സോൾട്ട് പീറ്റർ, അല്ലെ? സോൾട്ട് പീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് ഗൺ പൗഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ റെഫ്രിജറേഷന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അക്ബറിൻ്റെ കാലഘട്ടത്തിലും അതിനു മുമ്പ് ഹുമയൂണിൻ്റെയും ബാബറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ റെഫ്രിജറേഷൻ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് എന്തുകൊണ്ടായിരുന്നു അങ്ങനെ റെഫ്രിജറേഷൻ ഉണ്ടാക്കിയിരുന്നത്? അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ സോൾട്ട് പീറ്റർ ആയിരുന്നു. ഓക്കെ, അത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു. അത് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ പിന്നീട് ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആകുന്ന രീതിയിൽ, ലഭ്യമാകുന്ന രീതിയിലേക്ക് ആ ഇൻഡസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള ഇൻഡസ്ട്രി, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ഇൻഡസ്ട്രികൾ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റു ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് CC ഇത്തവണ സെറ്റ് അസ്ത്ര 2.1ൻ്റെ ഭാഗമായിട്ട് ഒരു 60-ഡേ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടൈം ടേബിളിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ ഈ 60 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ സിലബസ് മുഴുവൻ പഠിച്ച് തീർത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഈ ബാച്ചിന് ഉണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടാകും. ഓക്കെ, ആ ഗ്രൂപ്പിനകത്ത് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള അവസരം നിങ്ങൾക്കുണ്ടാവും. പിന്നെ നമുക്ക് റെക്കോർഡഡ് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു മെൻറ്ററിനെ ലഭിക്കും. പരീക്ഷ എഴുതുന്ന സമയം വരെ നമുക്കൊരു മെൻറ്റർഷിപ്പ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. കൂടാതെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ നോട്ടുകൾ കൃത്യമായിട്ട് PDF മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ കോഴ്സിനുണ്ട്. ഓക്കെ, അപ്പം ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചതിന് വേണ്ടി തയ്യാറാക്കാം. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും, അല്ലേ? ഒരു ചോദ്യമായിട്ട്. ഓക്കെ, നമ്മൾ ഫിസിക്സിൻ്റെ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കൊമേഴ്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമുക്ക് ഇത്തവണ CCയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ നാളുകളിലെല്ലാം നമുക്ക് CCക്ക് സെറ്റിൽ ഏറ്റവും നല്ല വിജയം കേരളത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മളത് റിപ്പീറ്റ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.